ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, റൂട്ട് ഇഷ്യൂ എന്താണ്? 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ബാലൻസ് ലഭിക്കുന്നില്ല. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ നെഗറ്റീവായി നിൽക്കുന്നു. നിങ്ങൾ എത്ര പ്രതീക്ഷിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നെഗറ്റീവിൽ നിന്നും നിങ്ങൾക്കൊരു സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നീങ്ങുവാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു റൂട്ട് ഇഷ്യൂ. ഓക്കെ, നഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു കാര്യവും ബാലൻസിങ് വരുന്നില്ല. അത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴി തെളിഞ്ഞ് കാണുന്നില്ല. അത് നിങ്ങളുടെ സാമ്പത്തിക നിലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ ചിറകുകൾക്ക് പറക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മാറുവാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, ഇപ്പോൾ നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് പറക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മാനസികമായി തളർന്ന് ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റവും കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് റൂട്ട് ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുതിച്ചു ചാട്ടം, ഒരു അനുഗ്രഹം, ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് ഈ ഒരു റൂട്ട് ഇഷ്യൂവിൻ്റെ കോസ്റ്റ് എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, ഈ പ്രശ്നത്തിന് കാരണം എന്താണ്? 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ മടുത്തു പോയിരിക്കുന്നു, പ്രാർത്ഥിച്ച് മടുത്തു പോയിരിക്കുന്നു. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങൾ കുറേ സ്വപ്നങ്ങൾ കണ്ടു, അഫർമേഷൻ കണ്ടു, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ കിട്ടും, നാളെ കിട്ടും എന്നുള്ള ആ കാര്യങ്ങൾ കേട്ട് കേട്ട് നിങ്ങൾ മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. വളരെ ക്ഷീണിക്കപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വിശ്വാസം പോലും മാറിയിരിക്കുന്നത്. മെഡിറ്റേഷൻ നിങ്ങൾക്കില്ല ഇപ്പോൾ. ഓക്കെ, പ്രാർത്ഥന പോലും നിങ്ങൾക്ക് കരച്ചിൽ മാത്രമായി മാറിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒന്നിലും ഒരു വിശ്വാസമില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്കായി മാറിയിരിക്കുന്നു. ഇവിടെ നോക്കിയാലും മനസ്സിലാകും. ഈ ഒരു വ്യക്തി ഇട്ടിരിക്കുന്നതും ബ്ലാക്ക് ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ബ്ലാക്ക് ഡ്രസ്സാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നെഗറ്റീവായി പോയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു റൂട്ട് ഇഷ്യൂവിന് കാരണം തന്നെ അതാണ്. നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സെലിബ്രേഷൻ എല്ലാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. സർവ്വതും നിങ്ങൾക്ക് അടഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥകൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനാണ്, മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുന്നത്. റീസെൻറ്റ് പാസ്റ്റിൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം, നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ നല്ലൊരു ലൈഫ് തന്നെ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ബേർഡനോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സന്തോഷം തന്നെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന് പെട്ടെന്നാണ് ഒരു പതനം സംഭവിച്ചത്. ആ സന്തോഷങ്ങളെല്ലാം പെട്ടെന്നാണ് നിങ്ങൾക്ക് മാറിയിട്ട്, ആ ഗ്രോത്തുകളെല്ലാം മാറിയിട്ട് പെട്ടെന്ന് ആ ഗ്രോത്തുകളെല്ലാം നിങ്ങൾക്കൊരു വിഷമമായി മാറി, നിങ്ങൾക്ക് ഒരുപാട് ഭാരമായി മാറി. ഓക്കെ, ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷം, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, സാമ്പത്തികപരമായിട്ട് ഒരു സന്തോഷം നിങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്രോത്ത് എങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്?
ഫോർ ഓഫ് വാണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ സന്തോഷമായിരുന്നു. വീണ്ടും ഫോർ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷം ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്ന ചില വ്യക്തികളായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സന്തോഷത്തിനിടയിലാണ് നിങ്ങൾക്ക് 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. സ്നേഹിച്ച് ഇത്രത്തോളം സ്നേഹിച്ച് കൂടെ നിന്നിരുന്ന സൗഹൃദത്തിൽ ആരോ നിങ്ങളെ ചതിച്ചതായി കാണുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിച്ചതായി കാണുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കെതിരായി ചില വ്യക്തികൾ നിങ്ങൾക്ക് ഗൂഢാലോചന ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റിയതായി കാണുന്നു. ഓക്കെ, ഈ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ നിലവിലുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. സർവ്വതും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. അത് റിലേഷനായിട്ടായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കാം, ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ണുകൾ കെട്ടിയ അവസ്ഥയാണ്. മാനസികമായി എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. എങ്ങോട്ടൊന്നില്ലാതെയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വഴി എന്തെന്ന് അറിയത്തില്ല. ഇവിടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. കണ്ണ് കെട്ടിയിട്ടുള്ള യാത്രയാണ്. എന്തായി തീരും, എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുമെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു ജീവിതയാത്രയിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പ്രസൻറ്റിൽ എൻ്റെ വ്യൂസിന് ഉള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൻ്റെ സിറ്റുവേഷൻ എന്തായി തീരും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫ് എന്തായി തീരും? ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് നേടിയെടുക്കും എന്നുള്ള ഗോള് സെറ്റ് ചെയ്ത് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ 9 ഓഫ് കപ്പ് വന്നു ചേരുന്നു. നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഗോള് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നു. സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവുമായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു, സ്റ്റെബിലിറ്റി വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ഇവിടെ സക്സസ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നിയർ ഫ്യൂച്ചറിൽ നെഗറ്റീവായി തളർന്നു പോകുന്ന വ്യക്തിക്കല്ല, ഈ ഒരു അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കുന്നവർക്കാണ് അതുള്ളത്. ഓക്കെ, തളർന്നു പോയി വേരുണങ്ങിപ്പോയവർക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. നിങ്ങളുടെ വേര് ഉണങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കണം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളെ തകർത്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് വേദന കൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരും. ഓക്കെ, ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് മേശ ഒരുക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ അവർക്ക് വേദന, അവരുടെ ഹൃദയത്തെ തകർക്കുന്ന വേദന, നിങ്ങൾക്ക് നല്ല കാലം വരുമ്പോഴത്തേക്ക് അവരുടെ ഹൃദയത്തിൽ വാള് കുത്തിത്തറയ്ക്കുന്ന വേദനയാണല്ലോ, ആ വേദന ഉണ്ടാകുന്നുണ്ട്. 2 ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടേച്ച് പോയിട്ടുള്ള വ്യക്തികൾ, ഇവിടെ 9 ഓഫ് കപ്പാണ്. നഷ്ടമായിട്ടുള്ള എന്താണോ അത് തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, എക്സ്ട്രാ ഒന്നുകൂടിയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ 9 കപ്പ് മാത്രമല്ല, എക്സ്ട്രാ 2 കപ്പ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത് കാണുമ്പോൾ, നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സക്സസ് കാണുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ട് നിന്ന് തേർഡ് പാർട്ടിയുടെ ഹൃദയത്തിൽ ഇതുപോലെ ഒരു കുത്ത് കയറും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നന്ദി ദൈവമേ, താങ്ക് യു. എൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ എന്താണ്? ലോങ് ടൈമിൽ എൻ്റെ വ്യൂസിൻ്റെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ എന്താണ്? വൗ, താങ്ക് യു.
ദൈവസ്നേഹത്താൽ നിങ്ങൾ നിറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. കപ്പിൻ്റെ ഒരു മേളം തന്നെയാണ്. നിയർ ഫ്യൂച്ചറിലും ലോങ് ടൈം ഫ്യൂച്ചറിലും നിങ്ങളുടെ ജീവിതത്തിൽ കപ്പിൻ്റെ ഒരു സന്തോഷമാണ് വരുന്നത്. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, ദൈവസ്നേഹത്താൽ നിറഞ്ഞു കവിയും. നിങ്ങൾക്ക് ഇത്രത്തോളം അനുഗ്രഹം വരുമ്പോൾ നിങ്ങളും ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം നിങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും പേരൻസ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിലും എല്ലാം നിങ്ങളിലേക്ക് വരും. ഇത്രയും നാൾ നിങ്ങളൊരു നെഗറ്റീവ് ആയിരിക്കുന്നു. ആ ഒരു നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നിങ്ങളെ വിട്ട് എല്ലാം പോകും. അത് സാമ്പത്തികമാണെങ്കിലും ദൂരോട്ട് മാറിപ്പോകും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും മാറിപ്പോകും. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ സ്വയം നിങ്ങളുടെ വേര് ഉണങ്ങിപ്പോകാതെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വരും. എൻ്റെ വ്യൂസിന് ഈ ഒരു കാര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. താങ്ക് യു യൂണിവേഴ്സ്. പേഴ്സണൽ ലൈഫിൽ എന്താണ് സിറ്റുവേഷൻ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ഹീലിംഗ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് ഇല്ല. മാനസികമായിട്ട് ഒരു ഹീലിങ്ങും ഇല്ലാത്ത അവസ്ഥ. ചില വ്യക്തികൾ രോഗികളാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കോൺഫ്ലിക്റ്റ് ആണ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, ഉറക്കമില്ല, ടാബ്ലറ്റ് കഴിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഹോസ്പിറ്റലിലായിരിക്കാം. അപ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്, എൻ്റെ മനസ്സിനൊരു സമാധാനം തരണം, എനിക്കൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, മാനസികമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പേഴ്സണൽ ലൈഫ് കടന്നു പോകുന്നത് എൻ്റെ വ്യൂസിൻ്റെ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഗ്രോത്തുമില്ല. എടുക്കുന്ന ഗ്രോത്തുകളെല്ലാം ഒന്നിലധികം ആൾക്കാർ അതിൽ ഇടപെട്ട് നിങ്ങളുടെ ഗ്രോത്തുകളെ നശിപ്പിക്കുന്നു. വീണ്ടും നിങ്ങൾ അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും വീണ്ടും ഒന്നേന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ വീണ്ടും മറ്റ് വ്യക്തികൾ ഇടപെട്ട് ആ ഗ്രോത്തിനെ നശിപ്പിച്ച് കൊണ്ട് കളയുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എൻ്റെ വ്യൂസിൻ്റെ സറൗണ്ടിങ് സിറ്റുവേഷൻ എന്താണ്? സറൗണ്ടിങ് എനർജി എന്താണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ സറൗണ്ടിങ് എനർജി എന്താണ്? ജസ്റ്റിസ് ആണ്. ഓക്കെ, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ കാണുന്നത്. ജോലി സംബന്ധമായിട്ട് ചില ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയും ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് എത്രത്തോളം ശക്തി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട്, ചില നെഗറ്റീവിനെ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ചെറിയ ഒരു ഭയം ബാക്കി നിൽക്കുന്നുണ്ട്. അത് ചില പേഴ്സണെ ആയിരിക്കും ഭയപ്പെടുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആയിരിക്കും ഭയപ്പെടുന്നത്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം. എന്തോ ഒരു ഗ്രോത്തിന് തടസ്സമായി എന്തോ നിൽക്കുന്നു, അതിനെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾ ചെയ്യാത്ത കാര്യമായിരിക്കാം, പക്ഷേ 5 പേര് ചേർന്ന് നിന്ന് അത് നിങ്ങൾ ചെയ്തു എന്ന് സമർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ദ ഡെവിൾ എനർജി, നിങ്ങൾക്ക് നേരെ ഡെവിൾ പ്രവർത്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്നു, നിങ്ങളോട് പലവരും അനീതി കാണിക്കുന്നു, കൂട്ടം ചേർന്ന് നിങ്ങളെ ആക്രമിക്കുന്നു, ഡെവിൾ കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഡെവിൾ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ ഇവിടെയും ഒരു കരിമ്പൂച്ചയെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഡെവിൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജസ്റ്റിസിനെ, നിങ്ങളുടെ നീതിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു ചില വ്യക്തികൾ, അല്ലെങ്കിൽ ചില ബ്ലാക്ക് എനർജികൾ നിങ്ങളുടെ നീതിയെ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു 15 നമ്പറാണ് വന്നിരിക്കുന്നത്. 6 നമ്പറിൻ്റെ റെമഡി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഒരു റീക്കി ഹീലിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഇപ്പോഴുള്ള നിലവിലുള്ള സിറ്റുവേഷനെയാണ് എൻ്റെ വ്യൂസ്
ഭയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ പ്രതികൂലമായ സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടണം. മാനസികമായിട്ടുള്ള ഒരു ധൈര്യവുമില്ലാത്ത അവസ്ഥ. ഓക്കെ, ഒരു സ്ട്രെങ്തുമില്ല. എല്ലാ വാളെന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സ് നിലത്ത് വീണിരിക്കുന്നു. പരാജയം സംഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഭയപ്പെടുകയാണ്. ഇനി എന്താണ് അടുത്ത നീക്കം എന്താണ് എന്നറിയുന്നില്ല. ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട്, ശത്രുക്കൾ നിങ്ങൾക്കെതിരായി വാളെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരാജയം തന്നുകൊണ്ട് നിൽക്കുന്നു. ഒന്നിനു മേലെ ഒന്നായിട്ട് അവർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പരാജയങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നു. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ വളരെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ശത്രു ആരെന്ന് തിരിച്ചറിയുന്നില്ല. എതിരായിട്ട് ആരൊക്കെ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. മാനസികമായി തകർന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. വീട്ടിൽ ചില വ്യക്തികൾ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾ അമ്മയെ ഓർത്ത് വളരെ വേദനിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു അമ്മയും കുഞ്ഞിനെയും കാണിക്കുന്നു. ഒന്നുകിൽ അമ്മയെ ഓർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വൈഫിനെയോ ഓർത്തിട്ടായിരിക്കും ഒരുപാട് വേദനിക്കുന്നതായി കാണുന്നു. ഇവിടെ ഹസ്ബൻഡും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ സ്ത്രീ മാത്രമല്ല പുരുഷനുമാകാം. ഓക്കെ, ഹസ്ബൻഡിനെ ഓർത്തിട്ടായിരിക്കാം ഇവിടെ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഭയപ്പെടുന്നത് എന്ന് പറയുന്നത് കുടുംബത്തെ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ ഭയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഡബിൾ എനർജി കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇനി മുന്നോട്ടൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് എന്ത് ഭയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ജീവിതത്തിൽ ഇനി ഒരു ഓഫർ വരുമോ? എനിക്ക് ഈ കാത്തിരിക്കുന്നതിൽ വല്ല കാര്യവുമുണ്ടോ? ഞാൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം. എന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി മാത്രം, പ്രാർത്ഥനയിൽ മാത്രമാണ്, ഒറ്റപ്പെടലിനെ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നു. ഓക്കെ, നിങ്ങൾക്കെല്ലാം നഷ്ടമായി പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ആരോഗ്യസ്ഥിതിയെ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ലേ എന്ന് നിങ്ങൾ ആരോഗ്യസ്ഥിതിയെ ഓർത്തും നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. ഇവിടെയും ഒരു ആരോഗ്യസ്ഥിതിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ചില വ്യക്തികൾ രോഗികളായി കിടക്കുന്നതായി കാണുന്നു. ആ രോഗത്തിൽ നിന്നും ഒരു മുക്തി ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ചലഞ്ച് ചെയ്യുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ചലഞ്ച് ചെയ്യുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസ് ചലഞ്ച് ചെയ്യുന്നത്? ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഗ്രോത്തിന് വേണ്ടിയിട്ട്, സെലിബ്രേഷന് വേണ്ടിയിട്ട്, ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഗ്രോത്ത് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു സ്ട്രെങ്ത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷൻ വളരെ വിഷമത്തിലാണ്. ആ വിഷമം മനസ്സിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജി. ചില പ്ലാനുകളിൽ സക്സസ് കൊണ്ടുവരുന്നത്, നിങ്ങൾ മനസ്സിൽ കുറച്ച് പ്ലാനുകൾ വെച്ചിട്ടുണ്ട്. ആ പ്ലാനുകളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നതായി കാണുന്നു. ഒരു വഴിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം അടുത്ത നോക്കാം, എൻ്റെ വ്യൂസിൻ്റെ ലൈഫ് ലെസൺ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ലൈഫ് ലെസൺ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ലൈഫ് ലെസൺ എന്താണ്? ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ലൈഫ് ലെസൺ എന്താണ്? 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെയറോഫെൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയിൽ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. പക്ഷേ അതിന് നിങ്ങൾക്ക് ജ്ഞാനം വേണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മതിയാകില്ല. നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചിറകുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് പറക്കാൻ കഴിയുന്നത്, അല്ലേ? നമുക്ക് ആ ഒരു ചിറക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം വരും. ആ ചിറകിന് ശക്തി കുറയുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്ത് നമ്മൾ പറക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ മുന്നിലുള്ളത് ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ, നമ്മുടെ ഓരോ ദിവസവും മണൽത്തരി പോലെ നമ്മുടെ വിരലിനിടയിൽ കൂടി അത് ചോർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു മണൽത്തരി നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ അത് നമ്മുടെ വിരലിനിടയിൽ കൂടി അത് ചോർന്ന് പൊക്കോണ്ടിരിക്കുന്ന ദിവസങ്ങൾ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇന്നത്തെ ദിവസം എനിക്ക് പരാജയപ്പെട്ടു പോയി, പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കരഞ്ഞിരുന്നു കൊണ്ട് മാത്രം നമ്മൾ പരാജയം ഏറ്റുവാങ്ങരുത്. നമ്മൾ അധ്വാനിച്ചതിന് ശേഷം നമ്മൾ പരാജയപ്പെട്ടിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പല പ്രാവശ്യം നമ്മളതിൽ എഫേർട്ട് ഇട്ടതിന് ശേഷം നമുക്ക് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് അഭിമാനം തോന്നും. ഞാൻ അതിൽ പ്രയത്നിച്ചതിന് ശേഷമാണല്ലോ, ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചല്ലോ, ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഞാൻ മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നത്തെ ദിവസവും ഞാൻ ചെയ്യാതെ അല്ലല്ലോ ആ ദിവസം എനിക്ക് നഷ്ടമായി പോയത്. ഈ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കാരണം ചില വ്യക്തികളുണ്ട് ഇപ്പം നമുക്ക് PSC ടെസ്റ്റ് എഴുതുന്നതിന് ഒരു പ്രായമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നമുക്ക് പഠിക്കാൻ പറ്റാതെ പിന്നെ ആകട്ടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഈ ഏജിനെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ അയ്യോ എനിക്കും എഴുതാമായിരുന്നു എന്നൊരു തോന്നൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിച്ച് അതിൽ എഫേർട്ട് ഇടുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ജ്ഞാനമുള്ളവരായിരിക്കുക. നിങ്ങൾ കരഞ്ഞിരിക്കരുത്. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേരുകൾ ഉണങ്ങിപ്പോകും, നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോകും. ഓക്കെ, അതുകൊണ്ട് വഴിമുട്ടി പോകാനുള്ളതല്ല. നമ്മുടെ ജീവിതം ഇതുപോലെ അനേകർക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ വേര് സ്ട്രോങ് ആയിട്ട് അതിലേക്ക് പുതിയ ഇലകളും കായ്കളും പൂക്കളും എല്ലാം വന്ന് ഒരുപാട് പേർക്ക് തണലായി മാറുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ഒരുപാട് കിളികൾക്ക് കൂട് ആകുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്തണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ ഒന്ന് തുടയ്ക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതായിരിക്കും. നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു വചനം കൂടി എടുക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ പ്രവർത്തിക്കണം. ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ ദൈവം പാതി നമ്മൾ പാതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ, ഒരു സ്റ്റെപ്പ് വെക്കെങ്കിൽ മാത്രമേ ബാക്കി ദൈവം കൂടി ചെയ്യുകയുള്ളൂ. ഓക്കെ, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആനന്ദിക്കേണ്ട ടൈമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ടൈം എത്തിയിരിക്കുന്നു. ഓക്കെ, നിയർ ഫ്യൂച്ചറിലും ലോങ് ടൈം ഫ്യൂച്ചറിലും 10 ഓഫ് കപ്പും 9 ഓഫ് കപ്പുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വചനം ഏറ്റവും കറക്റ്റായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ദൈവമായാണെങ്കിലും ഏത് ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ പ്രപഞ്ച ശക്തി നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.